എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ കേരള കർണാടക ആൻഡ് തമിഴ്നാടു. ഭീമ സിനിമ ചിരുമയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ടെലിവിഷനിലൂടെ വന്ന് പ്രേക്ഷക ഹൃദയം കീഴടക്കിയ കുറച്ച് നല്ല കലാകാരന്മാരാണ് ഇന്ന് നമുക്ക് ഈ വേദിയിൽ അതിഥികളായിട്ട് എത്തിയിരിക്കുന്നത്. അവർ നമുക്ക് സുപരിചിതർ മാത്രമല്ല, നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവർ കൂടിയാണ്. സോ അവരുടെ വിശേഷങ്ങളിലേക്ക്. നോക്കത്ത ദൂരത്ത് കണ്ണുനട്ട് മഴ പെയ്യുന്നു, മത്തളം കൊട്ടുന്നു, വിസ്മയത്തുമ്പത്തിരുന്ന് വഴിയോര കാഴ്ചകൾ കാണുന്നു ഒന്നാമൻ. ദൂരെ ദൂരെയൊരു കൂടുകൂട്ടാൻ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. നാടോടിയ മരം നാട്ട് രാജാവിനി നാടുവാഴി നൽകി ചെങ്കോലി. വർണ്ണപ്പകിട്ടുള്ള താളവട്ടം കണ്ട് എന്റെ മുഖങ്ങൾ പൂവണിഞ്ഞു. റോക്കണ്ടോളാടുന്നു ദേവദൂതൻ, കലപ്പാനിയടിക്കുന്നു പാലേട്ടൻ. ശ്രദ്ധയോടെ ഫോട്ടോഗ്രാഫർ എടുത്തിട്ട് ചിത്രത്തിൽ ഫ്ലാഷിന്റെ മിന്നാരം. സാഗരലിയാസ് ജാക്കിക്കു വന്ദനം, അഗ്നിദേവൻ ഭഗവാന് ധനം. തെന്മാവിൻ കൊമ്പത്തിരുന്നു കൂടും തെടിയാട്ട കലാശം എന്റെ പുണ്ണി. ഓർക്കപ്പുറത്ത് പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യനിക്ക്. താഴ്വരത്തിട്ടിപ്പി ബാലഗോപാലന്റെ ജീവന്റെ ജീവന ശോഭരാജേ. ഓട്ടോ ഓടിച്ച മാടമ്പി വടക്കുന്നാഥനെ എങ്ങനെ നീ മറക്കും? തച്ചിലേടത്ത് ചുണ്ടന്റെ പരുന്ത്, പട്ടണത്തിൽ ഭൂതമായ വളങ്ക്. ചട്ടമ്പി നാടിന്റെ ഹിറ്റ്ലറാണ്, ബസ് കണ്ടക്ടറാണ് എന്റെ അണ്ണൻ തമ്പി. ഒരു നോക്കു കാണാൻ വന്നു നസ്രാണി, മഴയെത്തും മുമ്പേ എത്തി മായാവി. നായർ സാബും വന്നു മായ ബസാറിന്ന്, പപ്പയുടെ സ്വന്തം അപ്പൂസും. അഴകൻ പഴശ്ശിരാജ, ബെസ്റ്റ് ആക്ടർ രാക്ഷസ രാജാവ. അയ്യർ ദി ഗ്രേറ്റ് ആണ്, കിങ്ങാണ്, സൂര്യമാനസം കണ്ട യുഗപുരുഷൻ. അയ്യർ ദി ഗ്രേറ്റ് ആണ്, കിങ്ങാണ്, സൂര്യമാനസം കണ്ട യുഗപുരുഷൻ. ഭീമ സിനിമ ചിരുമയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. ജയം കൊള്ളുക അല്ലെങ്കിൽ വിജയം കൈക്കൊള്ളുക എന്നൊക്കെ പറയുന്നത് വളരെ രസകരമാണ്. ഒരു പരീക്ഷ എഴുതിയാൽ പോലും നമുക്ക് വിജയം ഉണ്ടാകുമ്പോഴാണ് മനസ്സിനൊരു സമാധാനം ഉണ്ടാകുന്നത്. പേരിൽ കൂടി തന്നെ ജായ എന്നുള്ള അക്ഷരം ഉണ്ടാകുന്ന ഒരുപാട് നടന്മാർ, ഒരുപാട് ഗായകന്മാരൊക്കെ ഉണ്ട്. ഒരുപക്ഷെ എൻ്റെ സംശയമാണെന്ന് എനിക്കറിയില്ല. ജയറാം, ജലജ, ജഗതി, ജഗന്നാഥൻ, ജയൻ, ജയഭാരതി, ജോമോൾ, ജഗദീഷ്, അതുപോലെ KJ മാർക്കോസ്, KG യേശുദാസ്, M ജയേന്ദ്രൻ, P ജയേന്ദ്രൻ, ജാൻമ ഡേവിഡ്, ജിക്കി, ജോത്സന, ജോൺസൺ, ഇളയരാജ, ജയവിജയന്മാരും ദാ വരുന്നു വീണ്ടും ജാഫർ ഇടുക്കി. സന്തോഷമുണ്ട്. എന്തിനാണെന്നറിയാം, ഈ കുറേ വലിയ നടന്മാരുടെ പേര് പറഞ്ഞു അതിൻ്റെ ഏതോ ഒരു കോണിൽ, ഒരു കുഞ്ഞു കോണിൽ എന്നെ ഉൾപ്പെടുത്തിയില്ല. നന്ദിയുണ്ട്. പക്ഷെ നന്ദി പറയേണ്ടത് എന്നോടല്ല, നമ്മുടെ ഡയറക്ടർ സിദ്ദിഖ് സാറിനോടാണ്. ഒക്കെ വരുന്നുണ്ട്. ജാഫർ ഇത്തവണ എന്താണ് മുണ്ടുമാറ്റി പാൻറ്റും കറുത്ത ഷർട്ടും ഒക്കെ ആയിട്ടാണ്? അത് കഴിഞ്ഞ ഇങ്ങനെ എപ്പിസോഡിൽ വർക്ക് ചെയ്യാൻ വന്നപ്പോൾ സാറിന് എന്തോ എന്നെ ഇഷ്ടപ്പെട്ടില്ല. നന്നായിരുന്നു, ജാഫറിന് മുണ്ട് നന്നായി ചേരുന്നുണ്ടായിരുന്നു. അതല്ലേ, അപ്പം ഞാൻ ഇപ്പോൾ ഇട്ടുകൊണ്ട് വന്നു. ഇതും ചേരുന്നുണ്ട്. അതല്ലേ, അപ്പം എനിക്കെല്ലാം ചേരുന്നുണ്ട്. ഓക്കെ. ഈ ജാഫറും സാജനും ഒരുമിച്ച് പലപ്പോഴും പല സ്ഥലങ്ങളിലൊക്കെ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടിയിട്ട് നിങ്ങൾ ഒരുമിച്ച് ട്രൂപ്പിൽ കളിച്ചിട്ടില്ല, ട്രൂപ്പായിട്ട് കളിച്ചിട്ടില്ല. അല്ലാതെ ഞങ്ങൾ എന്തെങ്കിലും ജാഫർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അടുത്ത് കളിക്കാൻ ചെല്ലും, അല്ലെങ്കിൽ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാഫർ വരും, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടും കൂടി ഒരുമിച്ച് ചെല്ലും. ഒരുമിച്ച് സ്റ്റേജ് ചെയ്തിട്ടുണ്ട്, പല സ്റ്റേജുകളിലും ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണ് മിമിക്രി? ജാഫറുമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു ബോംബെ പ്രോഗ്രാമിന് ബോംബെയിലാണ്. അപ്പം അന്ന് ഇന്നത്തെ പോലെ മൊബൈൽ അങ്ങനെ കൈകാര്യം ചെയ്ത് ഉള്ള പരിചയമില്ല. മാത്രമല്ല എനിക്ക് കുറച്ചെങ്കിലും ഹിന്ദി അറിയാം, പക്ഷേ ജാഫറിന് ഒട്ടും അറിഞ്ഞുകൂടാ. പക്ഷേ ജാഫർ ചോദിക്കുന്ന ഹിന്ദിക്ക് എനിക്കും അർത്ഥം അറിയില്ല. എൻ്റെ ഹിന്ദി കേട്ടിട്ട് ഒറിജിനൽ ഹിന്ദിക്കാർക്കും അറിയില്ല. അപ്പം എനിക്ക് മനസ്സിലായി എനിക്കും അറിയില്ല. അതിനകത്ത് അവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഹിന്ദി അറിയാൻ പാടില്ല എന്ന് പറയില്ലേ, ആ ഹിന്ദി അറിയാൻ പാടില്ല എന്നിട്ട് സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന സമയത്ത് സിഗരറ്റ് മേടിക്കാണ്ട് താഴെ ഇറങ്ങി ചെന്നു. താഴെ ഇറങ്ങി ചെന്ന് കഴിയുമ്പോഴത്തേനും അര പാക്കറ്റ് സിഗരറ്റ് പറയാൻ എനിക്ക് വല്ലാത്ത അറിയാൻ പാടില്ലാതെ പോയി. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് പറഞ്ഞിട്ട് ഒരു അര പാക്കറ്റ് സിഗരറ്റ് മേടിച്ചുകൊണ്ട് വന്നത് പെട്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ അങ്ങനെ കൂടെ ഉള്ളവർ പറയുമ്പോൾ ചെന്നിട്ട് ഈ അര പാക്കറ്റ് സിഗരറ്റ് മേടിക്കാൻ അറിയാൻ പാടില്ലാത്തത് ഞാൻ ഒരു കാര്യം ചെയ്തു. കുറച്ച് നേരം മാറി നിന്നിട്ട് ആ കടക്കാരനോട് ബൈ ഏക് സിഗരറ്റ് ഞാൻ മേടിച്ചിട്ട് കവറിലിട്ടു. ഏക് സിഗരറ്റ് 5 പ്രാവശ്യം പറഞ്ഞ് മേടിച്ചിട്ട് ഞാൻ കയറി പോയി. അപ്പൊ അയാൾക്ക് കാര്യം മനസ്സിലായി, മനസ്സിലായി മലയാളിയാണ്. അപ്പൊ തന്നെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു മലയാളിയാണല്ലേ എന്ന് ചോദിച്ചില്ലല്ലോ. അയാളുടെ ആ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി. ഇല്ല, കുമാരൻ നാം ക്യാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു കുമാരൻ എന്റെ ആരുമല്ലെന്ന് പറഞ്ഞത്. അതവിടെ നിന്ന് പറഞ്ഞു പോകുന്നത് ഞാൻ കണ്ടു. എന്തായാലും അങ്ങനെ ഞങ്ങൾ ബോംബെ പോയി. അപ്പോൾ ബോംബെ ചെന്നപ്പോൾ ഞാൻ ഇവിടുന്ന് പോയപ്പോഴേ പറഞ്ഞു, ജാഫറെ പുറത്തേക്ക് ഇറങ്ങണേക്കെ കൊള്ളാം, കംപ്ലീറ്റ്
അറിയാല്ല, പിന്നെ ബോംബെയാണ്, തിരക്കുള്ള നഗരമാണ്. അപ്പോൾ നീ കൂടെ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു ഞാൻ കൂടെ എപ്പോഴും ഉണ്ടാവണമെന്ന് വരില്ല, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യുക, അല്ലെങ്കിൽ കഴിയുന്നത്ര പുറത്ത് പോകാതിരിക്കുക. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു 6-7 വയസ്സുകാരി കുട്ടിയുണ്ട്, പാട്ട് പാടുന്ന കുട്ടി. അപ്പോൾ ഈ പാട്ട് നന്നായിട്ട് പാടുന്നൊരു കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ കൂടെ അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പൊ കുട്ടിയും അച്ഛനും ഞാനും ബഹുത്തച്ഛ എന്നൊക്കെ പറയാം. അപ്പൊ കുട്ടിയിടക്ക് ബിസ്ക്കറ്റ് വേണം, പഴം വേണം, അതൊക്കെ നേരത്തെ കരുതി ഇവൻ വെച്ചേക്കണേണ്. കാര്യം കുട്ടീനെ വിടരുത്, കുട്ടി ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെട്ട് പോകാൻ പറ്റുള്ളൂ. ശരി, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ വന്നു. അപ്പോൾ അന്നത്തെ ആദ്യത്തെ ദിവസം പരിപാടി കഴിഞ്ഞ് പിറ്റേ ദിവസം ലോഡ്ജിൽ ഇങ്ങനെ താമസിക്കണേണ്. അപ്പോൾ പറഞ്ഞു നാളെ പുറത്തേക്കൊന്നും ആരും പോകുന്നില്ലല്ലോ. ഇല്ല, ഹിന്ദി പടം ഇവിടെ കളിക്കുന്നുണ്ട്, എല്ലായിടത്തും ഹിന്ദിയാണ്, ആരും പോകണ്ട, നമുക്കൊട്ട് മനസ്സിലാകില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചെസ് കളിക്കാം. അപ്പോൾ ചെസ് ബോർഡ് ഇല്ല. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, കുട്ടിയുടെ അച്ഛൻ പറഞ്ഞ് എൻ്റെ കയ്യിൽ കുറച്ച് ചീട്ടിരിപ്പുണ്ട്. അപ്പോൾ പുള്ളിക്ക് അതാ അറിയാവുള്ളൂ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അത്ര അങ്ങനെ അറിയില്ല. അങ്ങനെ പറഞ്ഞു ചെസ് നിങ്ങൾ ചീട്ട് കളിക്കാം എന്ന് പറഞ്ഞു, ചാടി കയറി. പിന്നെ അവരപ്പുറത്ത് താമസിക്കുന്ന കൊച്ചും അച്ഛനും, ഞങ്ങൾ ഇപ്പുറത്ത് താമസിക്കുന്നു. ഇപ്പം ഞങ്ങളുടെ റൂമിൽ വന്നിട്ട് കൊച്ചു ഉറങ്ങി കിടക്കുന്നു. ഇപ്പം ജാഫർ ഇങ്ങനെ ഇരിക്കുന്നു. ഇവരെല്ലാവരും കൂടി ഇന്ന് ജോക്കർ കളിക്കണേ. കളിച്ച് വന്നപ്പോൾ ഈ കളി അറിയാവുന്ന പറഞ്ഞ ചേട്ടൻ തന്നെ തോറ്റുകൊണ്ടിരിക്കണേ. അപ്പോൾ കൊച്ചിടക്ക് കരയാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു എടി ഞാനിവിടെ ഉണ്ട്, ഞാൻ ദേ ജാഫർക്കയും സാധനങ്ങളായിട്ട് ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്, നോക്കിക്കോ, ഇവിടെ നോക്കിയേ, ഡോർ അടച്ച് നോക്കി, അവിടെ കിടന്നു. അപ്പോൾ പിന്നെയും കളിച്ച്, പിന്നെയും പുള്ളി തോറ്റി. കളി അറിയാവുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ ഞങ്ങളെ കളി പഠിപ്പിക്കുന്നത് കൊണ്ടാണോ അറിയില്ല, പുള്ളി തോറ്റുകൊണ്ടിരിക്കുക. പിന്നെ എല്ലാ നിയമവും കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണ്, ഇതാണ് ജോക്കർ, അങ്ങനെയാണ്, എല്ലാം അറിയാം. ഞങ്ങൾക്ക് അങ്ങനെ വശമില്ല. പക്ഷെ ഇയാൾ നിന്ന് തോക്കും അറിയാവുന്ന ആള്. പിന്നെയും കൊച്ചു കരഞ്ഞി. അപ്പൊ പറഞ്ഞ് ഇവൻ പറഞ്ഞ് പിന്നെ ചേട്ടാ കൊച്ചു കരയുന്നു, ഈ വലിയൊരു ശല്യമല്ലേ, ഞാൻ ഒന്ന് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് കൊച്ചിനെ സമാധാനിപ്പിച്ചിട്ട് പോന്ന്, എന്തൊക്കെ ഭക്ഷണം കൊടുത്തിട്ട് പോന്ന്. പിന്നെയും കളി തുടങ്ങി, പിന്നെയും പുള്ളി തോറ്റി. ആ ഫീലിങ്സിൽ ഇരിക്കുമ്പോൾ പിന്നെയും കൊച്ചു കിടന്ന് കരഞ്ഞ്. ഞാനൊന്ന് ചെല്ലട്ടെ, അവളെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് പറ്റിയെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞു കൊച്ചിനെ പിണങ്ങി കഴിഞ്ഞാൽ കൊച്ചു മൂടൗട്ടായി കഴിഞ്ഞാൽ പരിപാടി പോകില്ലേ, ചേട്ടാ പിണങ്ങണ്ടട്ടാ, ഇല്ലില്ല അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പുള്ളി പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഒരു വിധത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ച്, ദേ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ കൊച്ചില്ലാതെ വരാം, നമുക്ക് സുഖമായിട്ടിരുന്ന് റൂമിൽ ഇരുന്ന് ചീട്ട് കളിക്കാം. ആ കുട്ടി പാടാൻ വരുന്നോണ്ടാണ് ഈ അച്ഛന് വരാൻ പറ്റുന്നത്. എന്താ അച്ഛനായിരുന്നത്, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടോ. ഇതിപ്പോൾ ഒരു മോളിലെ അച്ഛൻ്റെ ഒരു അനുഭവം പറയും. എന്നെപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഫീലിങ്സ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ഒരു കലാകാരൻ്റെ വേദനയെക്കുറിച്ച് പറയാം. എൻ്റെ ഒരു സുഹൃത്തും ശരിക്കും ഒരു ആർട്ടിസ്റ്റാണ്, ഒരു ഷാരൂഖ് ഖാൻ എന്ന് പറയുന്ന ആ വലിയ മഹത്തായ നടൻ്റെ ഒരു ഡ്യൂപ്പാണ്. അപ്പോൾ അത് ഒരു 12 വർഷം മുമ്പ് അബീകായുടെ ട്രൂപ്പിൽ കളിക്കുന്ന സമയത്ത് എന്നോട് വെറുതെ ഒന്ന് ചോദിക്കുമായിരുന്നു, വല്ല കാണുമ്പോഴൊക്കെ എന്നോട് ചോദിക്കും, ഇക്ക എൻ്റെ വീട്ടിൽ വലിയ കുഴപ്പമില്ലാതെ കഞ്ഞി കുടിച്ച് പോകാനുള്ള ഒരു സെറ്റപ്പുള്ളൊരു വീട്ടിലെ അംഗമാണ് ഞാൻ, ഇതിൻ്റെയൊക്കെ പുറകെ നടന്നിട്ട് വല്ലതും കിട്ടുമോ, വല്ല ഗുണമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയും, ഞങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങി നടന്ന എത്ര വർഷം നടന്നപ്പോഴാണ് ഓരോരുത്തരൊക്കെ ഇങ്ങനെ കയറി പോകുന്നത്, അപ്പോൾ എന്തെങ്കിലും ഒരു ഗുണം കിട്ടും എന്നങ്ങ് പറഞ്ഞും വെച്ചിരുന്നു. ഈയിടെ ഗൾഫിലൊരു ചാനലിൻ്റെ ഒരു അവാർഡ് നൈറ്റ് നടന്നു. ആ നൈറ്റിൽ ഇതുപോലെ ഷാരൂഖ് ഖാൻ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോൾ ഈ ഡ്യൂപ്പായ ഷാരൂഖ് ഖാൻ അവിടെ ട്രൂപ്പിൻ്റെ കൂടെ ചെന്നിട്ട് ആ പ്രോഗ്രാമിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇദ്ദേഹം കറക്റ്റായിട്ട് ഷാരൂഖ് ഖാനായിട്ട് ഡ്യൂപ്പായിട്ട് അങ്ങ് ചെല്ലുന്ന സമയത്ത് അതിൻ്റെ അവസാനം ഈ ഷാരൂഖ് ഖാൻ സ്റ്റേജിലേക്ക് ഇങ്ങ് കയറി വന്നിട്ട് ഈ ആസിഫ് എന്ന് പറയുന്ന ആലുവക്കാരനായ പയ്യൻ്റെ, എന്നോട് പണ്ടാ പറഞ്ഞ പയ്യനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അപ്പുറം ഇപ്പുറം ആലിംഗനം ചെയ്തിട്ട് ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുത്തിട്ട് ആ ചാനലോ അല്ലെങ്കിൽ ഒരു പത്രമാധ്യമങ്ങളോ ഏതെങ്കിലും ഒരു മാധ്യമമോ അതിനെ വേണ്ടിയിട്ട് ഒന്നും പറഞ്ഞില്ല. ഒരു കലാകാരൻ അത്രയും ചെയ്തിട്ട് എന്തെങ്കിലും ആകാം, അയാളൊന്ന് അങ്ങനെ ആരെങ്കിലും ബൂസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ആഗ്രഹം സാധിച്ചേനെ. പക്ഷേ ഇവിടെ ഷാരൂഖ് ഖാൻ വന്നു കഴിയുമ്പോൾ പലരെയും പിടിച്ച് ഉയർത്തിയതൊക്കെ നെറ്റിലായി, മാധ്യമത്തിലായി, എല്ലായിടത്തും വന്നു. എൻ്റെ സങ്കടം പറയാൻ ആർക്കും അവസ്ഥ ഉണ്ടാവരുത്. ഇപ്പം ഞാൻ അഭിനയിക്കാൻ വേണ്ടി പല വഴിക്ക് നടന്ന ഒരാളാണ്. അപ്പോൾ ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം കഴിയുന്നത്. അത് എന്താ സാജൻ പറയുന്നത് അറിയാം, ഞങ്ങൾ പണ്ടൊരു ഐറ്റം ചെയ്തുകൊണ്ടിരുന്നു ഇങ്ങനെ പോകുമ്പോഴേ, അതല്ലേ അത് അങ്ങനെ ഒരു ഐറ്റം ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഫ്ലോറിൽ എന്തെങ്കിലും കാണിക്കണ്ടേ. അപ്പം സാജൻ, ഞാനൊരു ഡയറക്ടർ, സാറ് ഡയറക്ടർ, ഒറിജിനൽ ഡയറക്ടർ, ഞാൻ ഇതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഡയറക്ടർ. അപ്പോൾ എൻ്റെ അടുത്തൊരു ചാൻസ് ചോദിച്ചു വരുന്നത്, ഞാൻ കഥ തേടി ഇരിക്കുക, എനിക്കൊരു കഥ നല്ലത് കിട്ടുന്നില്ല. ആ കഥയ്ക്ക് വേണ്ടിയിട്ടിരിക്കുമ്പോൾ ഒരാൾ കഥയുമായിട്ട് വരുന്നു. അത് ഞങ്ങളൊന്ന് ചെയ്ത് കാണിച്ചു. പക്ഷേ ഈ കഥയുമായിട്ട് വരുന്നവൻ അറിയുന്നില്ല ഇതൊരു കഥയില്ലാത്ത ആളാണെന്ന്. അതെ അങ്ങനെ ഇയാൾ വരികയാണ്, അങ്ങനെയാണ് ആ സംഭവം. അങ്ങനെ ഭയങ്കര പരവേശമായിട്ട് എനിക്ക് എന്ത് കഥ കിട്ടിയിട്ടില്ല. സാറേ നമസ്കാരം. 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 ആരായിരുന്നു? ഞാൻ ഒരു തവണ വന്നിരുന്നു സാറിനെ കാണാൻ വേണ്ടിയിട്ട്. സാറിന് എന്നെ കണ്ടില്ല, ഞാൻ സാറിനെ കാണാതെ ഞാൻ തിരിച്ചു പോവുകയും ചെയ്തു. എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് കാണാൻ പറ്റില്ല, എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ സാറ് രസികനാണെന്ന് ഞാൻ കേട്ടു, നല്ല കോമഡി പടങ്ങളൊക്കെ എഴുതുകയും അല്ലെങ്കിൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് കേട്ടു. അപ്പോൾ നല്ല പടങ്ങളാണ് ചെയ്യാറ്. ഞാൻ കുറേ കാലങ്ങളായിട്ട് ഈ കഥയുടെ ക്ഷാമം കാരണം. സാറിൻ്റെ ഈ ഉളുപ്പ് കഥകൾ കാരണമാണ് പടം വിജയിക്കാത്തത്. എൻ്റെ കയ്യിൽ നല്ല കഥ ഇരിപ്പുണ്ട് സാർ. അങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. സാറ് തന്നെ എഴുതി, സാറ് തന്നെ തിരക്കഥ, സാറ് തന്നെ സംഭാഷണം, സാറ് തന്നെ ഇത് കാണുകയും സാറ് തന്നെ ഇത് പോസ്റ്റ് ഒട്ടിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ആരും കാണാത്തത്. അല്ല, എൻ്റെ അങ്ങനെയാണ്.
ഞാൻ വിജയിപ്പിച്ചിട്ടുണ്ട്, തകർന്നിട്ടുണ്ട്. ഇപ്പൊ താൻ വന്ന തകർന്നതാണ് ഞാൻ കൂടുതൽ കണ്ടേക്കുന്നത്. അപ്പൊ തന്റെ കഥ ഇങ്ങോട്ട് പറഞ്ഞു. എന്റെ കഥ എന്ന് വെച്ചാൽ സാധാരണ മനുഷ്യജീവികളുടെ കഥയല്ല, പക്ഷിമൃഗാദികളുടെ കഥയല്ല, മൃഗങ്ങളുടെ കഥയല്ല. വെറൈറ്റി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് സാർ. ആ വെറൈറ്റി എന്താണ് പറഞ്ഞത്? ഇന്ന് വരെ ഈ പച്ചക്കറിയുടെ കഥ വന്നിട്ടില്ല. പച്ചക്കറിയാണോ കഥ? പച്ചക്കറി വെജിറ്റബിളിന്റെ കഥ. മൊത്തം ഇപ്പൊ ഒരു പച്ചയാണല്ലോ കാര്യം. ഒരു പച്ച തന്നെ അതിനകത്ത് ആ ഒരു കാസ്റ്റിംഗ് വരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഒരു പച്ച സാരി, പച്ച ബ്ലൗസ്, പച്ചപ്പൊട്ട്, മൊത്തം പച്ചക്കറി, ഒരു പച്ച മയമാണ്. പച്ച പരിഷ്കാരികളാകാനാണ് മൊത്തത്തിൽ എല്ലാവർക്കും ഒരു താല്പര്യം. അപ്പൊ അതുകൊണ്ട് എന്റെ മനസ്സിലേക്ക് വന്ന ഒരു പച്ചക്കറിയാണ് സാർ. പച്ചക്കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനോഹരമായ പൂന്തോട്ടത്തിൽ നിന്നാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. ഇത് പച്ചക്കറിയായിരിക്കണം. ഇത് നന്നായി ഇത് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുരുമുളകിന്റെ മകളായ ഉണക്കമുളക് കാന്താരി മുളകിനെ സ്നേഹിക്കുന്നു. ഈ കാന്താരി മുളക് ഉണക്കമുളകും തമ്മിലുള്ള ഈ പ്രേമം നാട്ടുകാർ മുഴുവൻ അറിയുന്നു. ക്യാരറ്റും ബീട്രൂട്ടും വന്ന് ചോദിക്കുന്നു. അപ്പോൾ 22 ക്യാരറ്റോട് കൂടിയാണ് ബീട്രൂട്ട് വരുന്നത്. അപ്പോൾ ബീട്രൂട്ടിന് കൊടുക്കില്ല എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് പിന്നെ ആർക്ക് ഇട്ടിച്ചു കൊടുക്കും? അപ്പോൾ പറയും ഞാനിത് തക്കാളിക്ക് കൊടുക്കുള്ളൂ, തക്കാളി ചീഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ തക്കാളിക്ക് കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ചേന അറിയും, ചേനക്ക് ചൊറിയും. ചേന എന്ത് ചെയ്യുന്നു വെച്ചാൽ കുമ്പളങ്ങനോട് പറയും, കുമ്പളങ്ങ് പറയും എന്നേക്കാൾ മൂർത്താണ് മത്തങ്ങനോട് പോയി പറഞ്ഞാൽ മതി എന്ന് പറയും. പക്ഷേ അച്ചിങ്ങ ഇതിന്റെ ഇടയ്ക്ക് തൂങ്ങിക്കിടപ്പുണ്ട്, അച്ചിങ്ങ കൊടുക്കില്ല. അങ്ങനെ പാവക്കയും മുരിങ്ങാക്കയും വെണ്ടക്കയും കൂടി ഒരുമിച്ച് വന്നിട്ട് ഈ പച്ചക്കറി മാർക്കറ്റിൽ വന്നിട്ട് ചേനയോട് പറയും നിനക്ക് ചൊറിഞ്ഞിരിക്കണല്ലേ, എന്നാൽ പിന്നെ ഈ കഥ നമുക്ക് അങ്ങോട്ട് കയറ്റി കൂടെ എന്ന് പറയും. അപ്പോൾ തൂങ്ങിക്കിടക്കണ അച്ചിങ്ങനെ പിടിപ്പിക്കും, പടവളങ്ങനെ പിടിപ്പിക്കും, പീച്ചിങ്ങനെ പിടിപ്പിക്കും. പക്ഷേ ആര് വിടുന്നില്ല? കാന്താരിനെ കുരുമുളക് വിടുന്നില്ല. അങ്ങനെ ഇവർ തമ്മിൽ റെഡിയായി നിൽക്കുന്ന സമയത്തിലാണ് ഈ മറ്റവൻ പറയും ഗുണ്ട ഉണ്ട് ഇതിനകത്ത്. ഗുണ്ട ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് പറയും ഞാൻ മാത്രം പോരാ ചക്കക്കുരുവിനെ വിളിക്കാന്ന് പറയും. അതിന് ചക്കക്കുരു ഉരുളക്കിഴങ്ങ് കൂടി വരുമ്പോൾ ഇത് ആകെ ചീഞ്ഞ് നാറുകയാണ്. ഇന്ന് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് അറിയാൻ പറ്റണില്ല. അങ്ങനെ ആകെ പ്രശ്നമാകുന്ന സന്ദർഭത്തിൽ ഈ പച്ചക്കറി മാർക്കറ്റിലേക്ക് ഒരു കണ്ടെയ്നർ മത്തങ്ങയിട്ട് ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് ഇറങ്ങണേണ്. അപ്പൊ സവാളയുണ്ട്, ഉള്ളിയുണ്ട്, എല്ലാവരും കൂടി അങ്ങോട്ട് വന്ന് പിന്നെ കണ്ണീരായി കരച്ചിലായി എല്ലാമായി ആകെ ഒരു കല്യാണ വീട് പോലെ ഇരുന്ന ഒരു സാധനം അവസാനം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ചളകുളയായിരിക്കണേ. അങ്ങനെ ഈ മത്തങ്ങ ഉരുണ്ട് വന്ന് ഈ കാന്താരിമുളകിന്റെ മേത്തൂടെ അങ്ങോട്ട് കയറി ഇറങ്ങി അങ്ങോട്ട് പോകും. അപ്പൊ ഈ ഉണക്ക ഉരുമുളക് ഉണ്ടല്ലോ തലവൊക്കി പതുക്കെ കതരി കതരി എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നിന്ന് കപ്പലിലേക്ക് ഇങ്ങനെ പോകണേ. പച്ചക്കറി ഒരു ഗോഡൌൺ ഇങ്ങനെ പോകുന്നിടത്താണ് ഒരു പടവലങ്ങയും ഒരു വെണ്ടയ്ക്കയും കൂടെ ഇങ്ങനെ പോകും. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്, മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ്. ഈ പച്ചക്കറി കഥ സിനിമയ്ക്ക് പറ്റുമോ? ഇത് സിനിമയ്ക്ക് പറ്റില്ല. പിന്നെ ഇച്ചിരി സാമ്പാർ വയ്ക്കാൻ കൊള്ളാം. ഒന്നിറങ്ങി പോടാൻ എടുത്തു കൂട്ടിയ കൂട്ടത്തിൽ ഇതും കൂടി എടുത്ത് ഒരുമിച്ച് പൊട്ടാൻ വേണ്ടി പറയാൻ വേണ്ടി കഥയായിട്ടൊന്നും പറ്റില്ല. എന്നാ വേറെ ഉണ്ട്. ഏത് കഥ? വേറെ ഒരു സിനിമയുടെ ഇതുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. മാന്യമഹാജനങ്ങളെ, ഓടയിൽ നിന്ന് ഈ നാട് ഇനിയും ഉണരുമെന്ന പ്രതീക്ഷയോടുകൂടി സദയം സാദരം സ്വാഗതം. ഇതൊരു പൈങ്കിളി കഥയിലെ ഒരു മുത്തശ്ശി കഥയിലെ ഒരു സങ്കീർത്തനം പോലെ ഈ കഥ ഇവിടെ തുടങ്ങുന്നു. മുക്കില രാജ്യത്തെ കോളേജ് ബ്യൂട്ടിയായിരുന്ന ദേവദാസ് വൈശാലിക്ക് ഒരു സുന്ദരപ്പൊട്ടിന്റെ ഓർമ്മക്കായി ഇലവൻകുട ദേശത്തെ ആറന്നപുരന്റെ കണമറയത്തുള്ള പ്രേമസല്ലാപത്തിൽ ആരോരും അറിയാതെ കൊച്ചുമ്പരാട്ടി കിട്ടിയ സമ്മാനമാണ് കിളിക്കാൻ പറ്റിയ രാധ എന്ന പെൺകുട്ടി. അവൾ ഒരു നോക്ക് കാണാൻ വേണ്ടി പാടലിപുത്രത്തിലെ കുലപതിയെ പോലെ വടക്കൻ വിരകാത്തിലെ നായകനെ പോലെ കണ്ടം വെച്ച കോട്ടുമിട്ട് അറേബ്യയിൽ നിന്ന് കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബത്തിലെത്തുന്നു നമ്മുടെ കഥാനായകൻ. ഇനി അരിഹർ നഗറിൽ കാബൂളി ബാലിയുടെ സഹോദരൻ ഹിറ്റ്ലർ. നോക്കത്തകൃത്ത് കണ്ണുനട്ടിരിക്കുന്ന പെൺകുട്ടിയെ നോക്കുകയാണ്. എന്റെ സ്വന്തം ജാനകിക്കുട്ടി നിന്നെ അടപ്പെട്ട് ഗ്രാമത്തിൽ നിന്ന് പുഷ്പവിമാനത്തിൽ ബോംബെയുടെ തലസ്ഥാനമായി ന്യൂഡൽഹിയിൽ എത്തിക്കും. അനന്തരം മണ്ണപ്പ് കിട്ടാറുന്ന പാഷൻ പരേഡ് കൺകിട്ടും ഇന്ദ്രിയാലൂലം നിനക്ക് ഞാൻ കാണിച്ചത് ഇത് സത്യം, അമ്മയാണ് സത്യം. ഈ സിനിമക്ക് കഥയുണ്ട്, തിരക്കഥയുണ്ട്, സംഭാഷണമുണ്ട്, എൻ്റെ ഉണ്ട്, പേര് മാത്രമില്ല. പേര് ഇത് നല്ലൊരു പേരിടാം. പക്ഷെ ആ പേരിലൊരു സിനിമ ഇറങ്ങിപ്പോയി. അതേതാണ്? നീക്കോ നാച്ചെ. നിന്നെയും കൊല്ലും ഞാനും ചാവും. എന്ത് ബോറാണ് തനിക്കൊക്കെ പറ്റുമെന്ന് പറഞ്ഞാൽ ഇത്ര സ്പീഡിൽ പറയുന്നത് മരുന്ന് കച്ചവടം നടക്കും. അത്തി ഇത്തി ചെത്തി ചെമ്പരത്ത് അരുത് മരുന്ന് ചേതങ്ങാമോ കറിയാപ്പൊട്ട് കൽപ്പത്തം കരിക്കും വെള്ളം ചകിരി ചിരട്ട ചമ്മന്തി മുതലായ ചേർത്തരച്ചതിൽ ആവേലി ഇവേലി മുൾവേലി വയ്യാവേലി മുതല വേലികളും ഇട്ട് അതിൽ മുരിങ്ങക്ക വെണ്ടക്ക കുരുക്ക കരിക്ക താന്നിക്ക മുതലായ ഇക്കകളും ഇട്ട് അതിനകത്ത് ചൂടുവെള്ളം അത് അല്പം മിശ്രിതം ചെയ്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് മാറ്റി വെച്ചിട്ട് തണുപ്പിച്ചിട്ട് അതിനകത്ത് ആമവാദം പിള്ളവാദം തീവ്രവാദം മുതലായ വാദങ്ങൾക്ക് ഇത് അത്യുത്തമമാണ്. ഇതിന് ഒരു കുപ്പിക്ക് 50 രൂപ, 2 കുപ്പിക്ക് വിലക്കുറവുണ്ട് 100 രൂപ. അങ്ങനെ മുന്നോട്ട് കടന്നു വന്ന് ഇത് ആർക്ക് ഭയങ്കര ജാതിഭേദമന്യേ വിദ്യാഭ്യാസ യോഗ്യതമന്യേ പണ്ഡിതനെ പാമരമനെ മുന്നോട്ട് കടന്നു വന്ന് കാല് മുട്ട കൈ തൊക്ക് പക്ക വെക്ക് എന്ന് വേണ്ട എല്ലാ രോഗങ്ങൾക്കും അത്യുത്തമമാണ്. മുന്നോട്ട് കടന്നു വരാം, മുന്നോട്ട് കടന്നു വരാം, മുന്നോട്ട് കടന്നു വരാം. ആർക്കും വേണമെങ്കിൽ വാങ്ങിക്കാം. സാറിന് വേണമെങ്കിൽ വാങ്ങിക്കാം. എന്ത്? സാറിന്റെ എല്ലാ അസുഖവും മാറും. എന്താണ് ഇതെന്ത് രസായനാണ് ഈ പറഞ്ഞ എല്ലാം കൂട്ടി? എന്ത് രസായനം തന്നെ ഉണ്ടാക്കണം? എന്ത് രസായനമായിട്ട് തോന്നണം? എന്താ രസായനം? കരിങ്കുരങ്ങ രസായന? ആ, കരിങ്കുരങ്ങ രസായനം. ഈ കരിങ്കുരങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ കുരങ്ങന്മാര് നമ്മുടെ പൂർവികന്മാരാണോ? ഇതാരാനോട് പറഞ്ഞേ? അപ്പൂപ്പൻ പറഞ്ഞ. അപ്പൂപ്പനാണോ പറഞ്ഞത്? കുരങ്ങന്മാര് നമ്മുടെ പൂർവികന്മാരാണെന്ന് അപ്പൂപ്പൻ പറഞ്ഞു. ഞാൻ സാറിനെ കണ്ടപ്പോഴും ഇങ്ങനെ ആലോചിച്ചത്, കുരങ്ങന്മാര് നമ്മുടെ പൂർവികന്മാരാണോ? അപ്പൂപ്പൻ തന്നെ പറഞ്ഞേ. ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ ഞാനില്ല. ഇറങ്ങി പോണ പറഞ്ഞെന്ന്.
ജാഫർ ഈ നടന്മാരെ അനുകരിക്കുന്ന കൂട്ടത്തിൽ എൻ എഫ് വർഗീസിന്റെ ശബ്ദം മാത്രമാണ് അനുകരിക്കുന്നത് അല്ലേ വേദിയിൽ എന്നെ ഫ്രീസേണ്ട സൗണ്ടാണ് ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നുള്ളൂ. അന്നും അങ്ങനെയാണ് ചെയ്തുള്ളൂ. അല്ല നേരത്തെ കുറേയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അതങ്ങനെ വേണ്ടാന്ന് വെച്ചത് ഈ ശബ്ദാനുകരണം കൊണ്ട് അവരുടെ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ അഭിനയത്തിൽ വരുമെന്ന് വിചാരിച്ചിട്ടാണോ? ഈ എൻ എഫ് ഫ്രീസേണ്ട സൗണ്ട് നല്ല ക്ലിയർ ആണെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ അതിനകത്ത് മാത്രം അങ്ങ് ചെയ്തു. അപ്പോൾ മറ്റുള്ളവരടുത്ത് ചുമ്മാ കൂക്കും അലമ്പൊന്നും മേടിക്കണ്ട. അതാണ് എൻ്റെ തീരുമാനം. അനുഭവം ഉള്ളൂ. അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. പാലക്കാട് ഒരു സ്റ്റേജിൽ നടന്ന ഒരു അനുഭവമാണ്. കലാഭവനാണ് ട്രൂപ്പ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടമില്ലേ, ഞങ്ങളുടെ നാട്ടിൽ കണ്ടം എന്ന് പറയും, ഇടുക്കിയിലെ കണ്ടം. ഈ കണ്ടം ഇങ്ങനെ ഉഴുതിട്ടേക്കുക, നെൽപ്പാടം അങ്ങനെ ഉഴുതിട്ടിട്ട് വേനൽക്കാലമാണ്. ഉഴുതിട്ടിട്ട് ഈ പൊട്ടിയ കട്ടയും അല്ലാത്ത കട്ടയൊക്കെ നിറഞ്ഞിങ്ങനെ പാടത്ത് കിടക്കുക. അവിടെയാണ് മുള വെച്ച് കെട്ടി ഭയങ്കര സ്റ്റേജ്. എന്നിട്ട് ആൾക്കാർക്ക്, സ്ത്രീകൾക്ക് ഇരിക്കാൻ, പുരുഷന്മാർക്ക് ഇരിക്കാൻ, പിന്നെ ഓഡിയൻസ് ഇങ്ങോട്ട് കയറി വരാതിരിക്കാൻ കുറേ അകലത്തിൽ നിന്ന് ബന്ധോസാക്കിയേക്കാം. ഭയങ്കര കമ്മിറ്റിക്കാരാണ് അവിടുത്തെ. ഈ പരിപാടി സ്ഥലത്ത് കലാഭവൻ ചെന്നിറങ്ങി. അപ്പോൾ കലാഭവൻ്റെ ഒരു വെയിറ്റും കാര്യങ്ങളും വെച്ചിട്ട് അവർ ഭയങ്കര ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ പരിപാടിയൊക്കെ തുടങ്ങി. ഈ സ്റ്റാറിൻ്റെ സെഗ്മെൻറ്റ് വന്നു. ഈ സ്റ്റാർസിനെ അനുകരിക്കുന്ന സെഗ്മെൻറ്റ് വന്നപ്പോൾ കലാഭവനിലെ ഒരു ആർട്ടിസ്റ്റ്, അദ്ദേഹം ബെന്നി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ കക്ഷി ഒരു നടനെ അങ്ങനെ അനുകരിക്കുക. അപ്പോൾ രണ്ട് നടന്മാരെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആൾ ഓരോ ആൾക്കാരെ പോസ്റ്റ് ചെയ്തിരിക്കുക. ആദ്യം നെടുമുടി വേണു ചേട്ടനെ അങ്ങോട്ട് അവതരിപ്പിക്കുകയാണ്. മൈക്കെല്ലാം റെഡിയാക്കി വെച്ചു, ലൈറ്റ് വീണു, പെട്ടെന്ന് പോയി. ഇനി ഒന്ന് ചെയ്യട്ടെ, അയാൾ ചെയ്ത പോലെ. വേണുചേട്ടൻ തൊഴിക്കുമ്പോൾ തൊഴിച്ച് വന്നു. വയ്യ, മടുത്തു, അത്ര തന്നെ. എൻ്റെ അമ്മയുടെ ശവം ആറ്റിക്കൂടെ ഒഴുകി നടക്കണത് എന്ന് പറയും ഫ്രണ്ടിൽ നിന്ന് ഒരുത്തൻ. ഈ ശവം ഒരു 5-6 കൊല്ലമല്ലോടാ ഒഴുകി നടക്കാൻ, വലിച്ചടച്ച് കുഴിച്ചിട്ട് എന്ന് പറയും. ഈ കക്ഷിയുടെ കയ്യിൽ നിന്ന് ഇതെല്ലാം കൂടി പോയിട്ടുണ്ടല്ലോ. പിന്നെ ബാക്കി നെടുമുടി വേണു ചേട്ടനെയാണോ പറയണത്, ഏത് നടനാന്ന് അറിയാൻ പാടില്ല. ബ്ലാങ്ക് ആയിപ്പോയി, പെട്ടെന്ന് വല്ലാതെ ആയിപ്പോയി, ഷിവറിങ് ആയി, പെട്ടെന്ന് പോന്നു. ഒരു കൂക്കും ബഹളവും ഒക്കെ ആയി വല്ലാതെ ആയി. അകത്ത് വന്നു. എനിക്ക് പറ്റില്ല, ഞാനിനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൂക്കായിരിക്കും, ഭയങ്കര പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ നേരെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കയറിയ ഒരാൾ, ആരും ആയിക്കോട്ടെ, ഇപ്പം സിനിമയിലൊക്കെ ഉണ്ട്, അദ്ദേഹം നമ്മുടെ ബാബുമേരി സാറുമായിട്ട് വന്നു. അദ്ദേഹം വന്നിട്ട് സത്യത്തിൽ ജനക മഹാരാജാവിൻ്റെ വില്ലൊടിക്കണമെന്ന് കേട്ടപ്പോഴേ, ജനക മഹാരാജാവിൻ്റെ വില്ലല്ല, നിന്നെ എല്ലൊടിക്ക് അറിയപ്പെടാ അത് പറയും. അവനും തളർന്നു. പിന്നെ ഈ സമയത്ത് സ്റ്റേജിൻ്റെ ബാക്കിൽ എന്തൊക്കെ കൊണ്ട് വായിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് പുറകിൽ ലീഡർ എന്നിട്ട് പറയാം, ആരും പോട്ട് കാര്യമില്ല, ജനം മൊത്തം ഇളകിയിരിക്കുകയാണ്, എന്തോ പ്രശ്നം കൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞിട്ട് ശരിയല്ല, കയ്യിൽ നിന്ന് മൊത്തം പരിപാടി പോയി എന്ന് പറയുന്ന സമയത്ത് പിന്നെ കയറാനിരിക്കുന്ന ഒരാളുടെ മനസ്സിൽ ആദ്യമാണ്. അതെൻ്റെ ഒരു സുഹൃത്ത് കലാഭവനിലുണ്ടായിരുന്ന, എനിക്ക് മുമ്പ് കലാഭവനിലുള്ള കലാഭവൻ വിശ്വനാഥൻ. അപ്പോൾ ഈ വിശ്വനാഥൻ ശങ്കരാടിനെ പറയും. അപ്പോൾ ഈ ഇത്രയും കൂക്ക് കിട്ടിയപ്പോഴത്തേന് ഈ ശങ്കരാടി ചേട്ടൻ്റെ പറയുമ്പോൾ അദ്ദേഹം ഒരു 2-3 പടത്തിൽ ശങ്കരാടി ചേട്ടൻ്റെ മരണത്തിന് ശേഷം ഡബ് ചെയ്തിട്ടുണ്ട്. അത്ര നല്ല പെർഫെക്ഷനാണ്. അപ്പോൾ ആ കക്ഷി യുടെ മനസ്സിൽ, അയ്യോ ഞാനിനി ഇതും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇനി ഇവരെ വല്ലതും പറയുമോ എന്നുള്ള പേടിയിൽ ഇയാൾ വന്ന് ഒരു തോർത്തും ഇട്ട് തിരിഞ്ഞു വന്നു. ഇങ്ങനെ മൈക്കിന് ചെറിയ ഡിലേ ഇട്ടുണ്ട്, അങ്ങനെ കിടക്കുക. അവിടെ നിൽക്കുക ഒരൊറ്റ കയ്യടിയാ സാർ. ഈ ഇരുന്ന ജനങ്ങൾ മൊത്തം കൊണ്ട് കൈയടിച്ചിട്ട് കയ്യടിയുടെ ഇടയ്ക്ക് അവിടെ ശക്തതയുള്ളവനെ നാട്ടിൽ പഴിയുന്നൊരു പറഞ്ഞിട്ടല്ലേ. എൻ്റെ കുഞ്ഞുനാളിലേ ഞാനിങ്ങനെ വെള്ളുരുള്ള പോലെ ഇരുന്നതാ. എനിക്ക് സ്ഥലം അറിയില്ല, അദ്ദേഹം പറയുക. ഇതിനെല്ലാം കയ്യടി. ഞാനിങ്ങനെ കുണുങ്ങി പോണത് കാണുമ്പോൾ നാട്ടിൽ കാണാനുള്ളാവുന്ന പെൺപിള്ളേർ പറയും കുട്ടിയാനെ പോകുന്നത്, എന്നാൽ ഈ വയസ്സം പോയിട്ട് എന്ന് പറയും. കൈയടിച്ച് വിശ്വൻ അങ്ങോട്ട് പോയി വന്നിട്ട് വിശ്വന് തന്നെ അങ്ങോട്ട് മതിമറന്നു. ഭയങ്കര മതിമറക്കലായി പോയപ്പോഴത്തേനും അവിടെ ഇരുന്ന കൂക്ക് മേടിച്ചവരില്ലേ അവിടെ വിശ്വനാകണം, വിശ്വൻ പോയി കഴിഞ്ഞാൽ എല്ലാം ശരിയാണ്, ഇനി വിശ്വന് 2 പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞാലും വിശ്വന് വേറെ പറയാനറിയില്ല. പണ്ട് ചന്തക്കാട് വിശ്വൻ എന്ന് പറഞ്ഞ മഹാനഗരം സിനിമയിൽ ഒരു ആ കെട്ട് കെട്ടിയിട്ട് വന്നിട്ട് ഞാൻ ചന്തക്കാട് വിശ്വൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം പറഞ്ഞ കൈയടി മേടിച്ചിട്ടുണ്ട്. അത് ഔട്ട് ഓഫ് ഫാഷനായി. പിന്നെ ഉള്ളത് പുട്ടുറുമീസ, 2 പല്ലും വെച്ച് അമ്മ ഒട്ടും മഴ താട്ടമ്മ ഇത് പറഞ്ഞാലും കൈയടി കിട്ടില്ല, കൂവും. അപ്പോൾ അവിടെ കളം പിടിക്കാനായിട്ട് എല്ലാവരും പറഞ്ഞിട്ട് വിശ്വനൊരു കാര്യം ചെയ്തു. എന്നാൽ ഇച്ചിരി ഓവറായി വിശ്വൻ, കൈയടി കിട്ടില്ല. അപ്പം എന്നാൽ ഞാൻ ആ വാത്സല്യത്തിലും മമ്മൂട്ടിയെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു, രക്ഷപ്പെടില്ല എന്ന് കരുതി. അപ്പോൾ പറ മമ്മൂട്ടിനെ അറിയാം, 2 വാക്ക് പറഞ്ഞാൽ മതി കൈയടി കിട്ടും. നേരെ വിശ്വൻ പോയി വന്നു ഭയങ്കര കൈയടി. ഈ ശങ്കരാടിക്ക് വന്ന ആളാണല്ലോ വന്നേക്കണം. അപ്പോൾ ഭയങ്കര കൈയടി. അപ്പോൾ വന്നിട്ട്
മേലെടുത്ത് രാഘവന്നാര് ചെറ്റയാ അമ്മേ ചെറ്റയാ. കയ്യടി സാറേ അങ്ങോട്ട് ഭയങ്കര കയ്യടി. ആ കയ്യടിയുടെ ഇടയ്ക്കുന്ന് മേലെടുത്ത് രാഘവന്നാര് ചെറ്റ തന്നെ. ഇക്കണായ മണ്ണും പുരയോടൊക്കെ എൻ്റെ ചോര നീരും അമ്മേ, എൻ്റെ ചോര എന്ന് കാണിച്ചപ്പോഴും കയ്യടി അല്ല. അപ്പോഴത്തെ ഇത് എന്താ വന്ന ഏതാണ് എന്നറിയാൻ പാടില്ലാതെ ആ കയ്യടിയോട് എല്ലാ മെമ്മറിയും പോയിട്ട് ഇത് നോക്കിയോ, ഇനി മാറിപ്പോണോ നോക്കിക്കോളണം. മേലെടുത്ത് രാഘവന്നാര് ചെറ്റയാ. ഇക്കണായ മണ്ണും പുരയോടൊക്കെ എൻ്റെ ചോര അമ്മേ, ചോര നീരുവാ. ക്ഷപ്പതി കാണാൻ വയ്യെന്ന് പറഞ്ഞ് പടി ഇറങ്ങിയപ്പോ എന്ന് പറഞ്ഞ് ശങ്കരാടി കയറിപ്പോയി. ആ കിടന്ന ആ മൺകട്ട കംപ്ലീറ്റ് സ്റ്റേജിൽ കണ്ടവേതാ സ്റ്റേജ് ഏതാ പിന്നെ ചെരുപ്പാണോ ഷൂ ആണോ എല്ലാം വന്നിറങ്ങി കലാഭവൻ്റെ ഒരു 5000 രൂപയും കുറച്ച് നല്ല ഡീസൻ്റായിട്ട് ഞങ്ങൾ കൊണ്ട് പോകുന്നു. ഇതാണ് ഞാൻ ഈ NFRESൽ സാറിന് ഒതുങ്ങിയേക്കുന്നത്. ശാസ്ത്രലോകത്തെ പുതിയ വിസ്മയങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ശാസ്ത്രജ്ഞന്റെ കുടുംബത്തിലേക്ക് ഒരു എത്തിനോട്ടം. കാണിക്കുന്നേ ഈ അച്ഛനൊരു കാര്യം, ഞാൻ രജനീകാന്തിന്റെ പാട്ടിട്ട് എന്ന് ഡാൻസ് ചെയ്താലും അപ്പം മുടക്കും. അച്ഛനൊരു കാര്യം അറിയോ, ഞാൻ രജനീകാന്തിന്റെ വലിയ ഫാനാ. ഈ രജനീകാന്തിന്റെ ഫാനോ ഫ്രിഡ്ജോ ടിവിയോ എന്ത് വേണമെങ്കിലും അയക്കോ, പക്ഷെ ഇമാതിരി പേക്കൊത്തൊന്നും ഇവിടെ നടത്താൻ പറ്റില്ല. വിട്ടോ വിട്ടോ, ഗെറ്റ് ഔട്ട്. എന്റെ വെപ്പല് തെറിച്ചു പോയാന്. രജനീകാന്തിന്റെ എന്തിരൻ സിനിമ കണ്ടതിൽ പിന്നെ തുടങ്ങിയ അസുഖം ഇവന്. ഇത് മാറാൻ ഇനി എന്തോ ചെയ്യും എന്റെ ഭഗവാനെ. എടി ഇവന്റെ ഈ അസുഖം മാറണമെങ്കിൽ ഇവന് ഏതെങ്കിലും ഒരു അവാർഡ് പടം കാണിച്ചാ മതി. അപ്പൊ നമ്മുടെ മോൻ ഊമയായി പോണെന്നാണോ നിങ്ങൾ പറയുന്നത്? ചേട്ടാ അവാർഡ് പടം വീട്. ആ എന്തിരനെ പോലെ നിങ്ങൾക്കൊരു റോബോട്ടിനെ ഉണ്ടാക്കിയാൽ എന്താ? വലിയ ശാസ്ത്രജ്ഞനാന്നും പറഞ്ഞ് നടക്കുന്നു. ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാമോടി? അറിയാം, ശാസ്ത്രത്തിൽ അജ്ഞനായവൻ എന്ന് വെച്ചാൽ ശാസ്ത്രത്തെ കുറിച്ച് ഒരു ചുക്കും അറിയില്ലെന്ന് നിങ്ങളെ പോലെ. അല്ല ഉടനെ തന്നെ ഞാൻ എന്തെങ്കിലും കണ്ടുപിടിക്കും. ഓ പിന്നെ ഇവിടെ ഒരു വേലക്കാരിയെ കണ്ടുപിടിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് വർഷം 1 ആയി. എടി ഞാനൊരു വേലക്കാരിയെ കണ്ടുപിടിച്ചോണ്ട് വന്നാ പിന്നെ ഞങ്ങളെ രണ്ടുപേരെയും കണ്ടുപിടിക്കാനായിട്ട് നീ നടക്കേണ്ടി വരും കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ 1 മാസമായല്ലോ ഈ കുന്തത്തിലൂടെ നോക്കുന്നു. പുതിയ ഗ്രഹം വല്ലതും കണ്ടുപിടിക്കാനാണോ? നോനോ, ഞാൻ കാശ് കൊടുക്കാനുള്ള ആരെങ്കിലും വരണുണ്ടോന്ന് നോക്കിയതാ. ആരോ വേഷം മാറി വരുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് മാഡം. ഐ ആം ഫ്രം ദ ഓക്കസ് ഫോക്കസ് അബ്രാകാഡബ്ര മൾട്ടി കൂതറ കമ്പനി വരികയാണ്. ഏട്ടാ ഇങ്ങോട്ട് പോരെ, പലിശക്കാരും അല്ല. ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ കമ്പനി ഒരു പുതിയ പ്രോഡക്റ്റ് വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ഈ പ്രോഡക്റ്റ് അരിയാട്ടും, തുണി അലക്കും, മുറി തുടയ്ക്കും, വെള്ളം കോരി എന്ത് വേണ്ട സർവത്ര പണിയും ചെയ്യും. അങ്ങനെ ഒരു മെഷീനും ഇവിടെ വേണ്ട. ആ പണിയൊക്കെ ചെയ്യാനേ ഇത് ഞാനുണ്ട്. മാഡം ഇത് വെറും ഒരു മെഷീൻ അല്ല, യന്ത്രൻ സിനിമയിൽ കണ്ട അതേ റോബോട്ട്. ഇത് ഉണ്ടാക്കുന്നത് അങ്ങ് അമേരിക്കയിലാണ്. രാത്രി 8 മണിക്കൂർ മാത്രം ചാർജ് ചെയ്താൽ മതി. പിന്നെ ഭക്ഷണം വേണ്ട, കുളിയും നനയുമില്ല, അതുകൊണ്ട് സോപ്പും തോർത്ത് ലാഭം. പിന്നെ രാത്രി ഉറക്കമില്ല, അതുകൊണ്ട് വീട്ടുകാവലിനൊരു പട്ടിയെ പോലും വേണ്ട. ഓ, ഇന്നു മുതൽ എനിക്ക് കിടന്നുറങ്ങാം. മിസ്റ്റർ മൾട്ടി കൂതറ സാധനം കൊണ്ടുവരൂ. ഓക്കെ സാർ. റോബോ മോനെ റോബോ. എടാ ഇറക്കാ റോബോ, ഒന്നിനോട് വന്നടാവേ. അയ്യോ അയ്യോ ചേട്ടാ, എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. എന്തിനെ കണ്ട അതേ റോബോട്ട് തന്നെ. ഹലോ, ഐ ആം റോബോ. സ്പീഡ് 1 terahertz, മെമ്മറി 1 zettabyte. എന്ത് വേലയും ചെയ്യും റോബോ. അയ്യോ എന്തിരന്റെ അതേ മുടി, അതേ കണ്ണ്, അതേ കഴുത്ത്, അതേ വയറ്, അതേ. ഇനി വേണ്ട പ്രശ്നമായി. ചേട്ടാ ചേട്ടാ നമുക്കിതിനെ വാങ്ങിക്കാം ചേട്ടാ. ഏയ് വേണ്ട വേണ്ട, എടി ഇതൊക്കെ തട്ടിപ്പാ. യോ ഇല്ല സാർ, സംശയമുണ്ട്, പരീക്ഷിക്കാം. ഓ ആയിക്കോട്ടെ. റെഡിയാണോ റോബോ? ഐ ആം റെഡി സർ. മുന്നോട്ട് നടക്കൂ. ഓക്കെ സർ. പുറകോട്ട് നടക്കൂ. യെസ് ബോസ്. ഇനി മുന്നോട്ട് പോകൂ. റെഡി സർ. യെസ്. ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. യെസ് യെസ് യെസ്. സ്പീഡ് പോ. ഓട് 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 ഓട്. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. സാർ ഇനി സ്പീഡ്
കൂടണമെന്നുണ്ടെങ്കിൽ 8 മണിക്കൂർ ചാർജ് ചെയ്യണം. കൊള്ളാം, എനിക്ക് ബോധിച്ചു. എന്താ ഇതിന്റെ വില? പറയാം സർ, ഇതിന്റെ വില 10,000 രൂപയാണ്. പക്ഷേ ഇത് ഓക്കസ് ഫോക്കസ് അബ്രകാഡബ്ര മൾട്ടി കൂതർ കമ്പനിയുടെ പുതിയ ഓഫർ പ്രകാരം 9,999 രൂപയ്ക്ക് തരും. സമ്മതിച്ചു. എന്നാ കാശ് വിടി. പിന്നെ പറഞ്ഞ പണിയൊക്കെ ചെയ്യുമല്ലോ അല്ലേ? അയ്യോ, എല്ലാ ജോലിയും ചെയ്യും സർ, പ്രോമിസ്. ഓ മതി 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 മതി, എല്ലാം മനസ്സിലായി. അപ്പൊ ഓക്കെ സർ. അപ്പൊ ഓക്കെ ഓക്കെ മാഡം, ബൈ ബൈ. ബൈ ബൈ. എടി, ആ കൂതറ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ ഈ റോബോ ചെയ്യുന്നൊന്ന് നോക്കിയേ. ഏയ് റോബോ. എന്നാ മേഡം? കുട്ടാ, നീ പോയി തുണി അലക്ക്. ഓക്കെ മേഡം. അയ്യോ, ഉടുത്തിരിക്കുന്ന തുണി അലക്കാനല്ല പറഞ്ഞത്, അകത്തിരിക്കുന്ന തുണി അലക്കാൻ. Boom, boom, robo-da, robo-da, robo-da. Zoom, zoom, robo-da, robo-da, robo-da. ദേ ചേട്ടാ, പറഞ്ഞ ഉടനെ തന്നെ റോബോ തുണി അലക്കിക്കൊണ്ട് വന്നു. Okay, next. എങ്കിൽ ഒരു ചായ കൊണ്ടുവരാൻ പറയൂ. Boom, boom, robo-da, robo-da, robo-da. Zoom, zoom, robo-da, robo-da, robo-da. ദേ പറഞ്ഞ ഉടനെ ചായ ഇട്ടോണ്ട് വന്നിരിക്കുന്നു. ഇടിയേ, എന്നൊരു കടി കൂടി തരാൻ പറയടി. റോബോ, ഒരു കടി കൊടുക്ക്. ശരിങ്ക. അയ്യോ, എടാ പണ്ടാറക്കാരാ, എന്നെ കടിക്കാനല്ല പറഞ്ഞത്, ചായയുടെ കൂടെ ഒരു കടി തരാൻ പറഞ്ഞതാ. ചാർജ് കൊടുങ്ക, ചാർജ് കൊടുങ്ക. ചേട്ടാ, ദേ റോബോയുടെ ചാർജ് തീർന്നു, വേഗം ചാർജ് ചെയ്യ്. I am Chitti. Full charge is a secret of my energy. ആഹാ. ആ, എടാ ചിത്തി, വീട്ടുജോലി ചെയ്തത് മതി. ഇനി നീ ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ കടയിൽ പോയി വാങ്ങിച്ചോണ്ട് വാ. റോബോ, നീ എന്തേ കാണിച്ചേ? ലിസ്റ്റ് എനിക്ക് വേണ്ട, ഇല്ലാമേ എനിക്ക് തെരിയോ. അരി 10 കിലോ ഗോതമ്പ്, 5 കിലോ പഞ്ചസാര, ചായപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കടുക്, വെളിച്ചെണ്ണ, ഉള്ളി, വെളുത്തുള്ളി, ജീരകം, പെരുംജീരകം, സോപ്പ്, ചീപ്പ്, കണ്ണാടി. ശരി, ഞാൻ പോയി വാങ്ങിയിട്ടും വരാം. ചേട്ടാ, റോബോട്ട് വന്നിട്ട് 1 മാസമേ ആയുള്ളൂ. എത്ര രൂപയെ നമ്മൾ ലാഭിച്ചത്? മുടക്കോ വെറും 9,999 രൂപ. വില തുച്ഛം, റോബോ മെച്ചം. ഹലോ ഹലോ, ശാസ്ത്രജ്ഞൻ കിംവദന്തി കണാരൻ ഉഗ്രമൂർത്തി സ്പീക്കിംഗ്. എന്ത്? ലാബിൽ കാണാതായ അണുക്കളെ കണ്ടുകിട്ടിയെന്നോ? ശാന്തേ, ഞാൻ എന്റെ പരീക്ഷണശാല വരെ ഒന്ന് പോയിട്ട് വരാം. ഏയ് റോബോ, നീ ഒത്തിരി ജോലി ചെയ്ത് ക്ഷീണിച്ചു വന്നല്ലേ, നിനക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? എനിക്ക് വിശപ്പില്ല, ദാഹമില്ല, ഉറക്കമില്ല. എന്നിരുന്നാലും കാതിൽ കോപം, ദുഃഖം, എല്ലാ വികാരങ്ങളും ഇരിക്കണ മിഷൻ നാം. ശാന്തമേടോ, உங்களுக்கு டான்ஸ் தெரியுமா? പിന്നെ சார்ஜ் கொடுங்க, எனக்கு சார்ஜ் கொடுங்க. ചാർജ് കൊടുക്കല്ലേ, ചാർജ് കൊടുക്കല്ലേ, ആ നശൂലത്തിന് ചാർജ് കൊടുക്കല്ലേ. നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? എനിക്ക് ചാർജ് കൊടുക്ക, ചാർജ് കൊടുക്ക, ചാർജ് ചാർജ്. നിങ്ങൾ പന്ത കണ്ട പെരിച്ചാഴിനെ പോലെ നിൽക്കാതെ ചാർജ് കൊടുക്കും മനുഷ്യ. ഇല്ല, ഇനി ഈ കുരിപ്പിന് ഞാൻ ചാർജ് കൊടുക്കില്ല. ഈ മാസത്തെ കറണ്ട് ബില്ല് എത്രയാണെന്ന് നിനക്ക് അറിയാമോടി? ഇല്ല. 1.5 ലക്ഷം രൂപയാ. എന്റെ ഈശ്വരാ. എടി, നീ പറഞ്ഞ പോലെ ഈ റോബോട്ടിനെ കൊണ്ട് ഭയങ്കര ലാഭമാ. നമുക്കല്ല, ഇലക്ട്രിസിറ്റി ബോർഡിന്. അതുകൊണ്ട് ഞാൻ ഇവനെ വല്ല ആക്രി കച്ചവടക്കാർക്കും കൊടുത്തേച്ചു വരാം. ഇങ്ങോട്ട് വാടാ. എന്നെ കൊടുക്ക വേണ്ട പ്രൊഫസർ, എനിക്ക് ചാർജ് കൊടുക്ക. എന്നെ കൊടുക്ക വേണ്ട, ചാർജ് കൊടുക്ക, ചാർജ് ചാർജ് ചാർജ്. എന്റെ ഈശ്വരാ, അങ്ങനെ ഒരു മാരണം ഒഴിഞ്ഞു കിട്ടി. ചേട്ടാ, ആ റോബോ ആള് ശരിയല്ലെന്ന് അവന്റെ പ്രവൃത്തി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അവന്റെ ഒരു ശൃംഗാരവും പാട്ടും ഡാൻസും കൂത്തും എന്തൊരു അഹങ്കാരമായിരുന്നു. കുരുത്തം കെട്ടവൻ. ഇല്ല. അച്ഛൻ വിളിച്ചായിരുന്നോ? ഇല്ല. എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല എന്ന് പറയുന്ന 2 വീട്ടുകളെ അച്ഛനമ്മയും കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ 2 മണ്ടന്മാരാണ് നിങ്ങള്.
ഭ്രാന്തേ, കഴിഞ്ഞ പരീക്ഷയ്ക്ക് മുഴുവൻ തോറ്റ് തുന്നമ്പാടി വന്നു നിൽക്കുന്നവനാ നിന്റെ ഈ മോൻ. എടാ, നീ പഠിക്കാത്തതിന് നിന്റെ ക്ലാസ് ടീച്ചർ ഒന്നും പറയാറില്ലേ? പിന്നെ എല്ലാ വിഷയവും 150 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അതൊരു 10,000 പ്രാവശ്യം ആക്കാൻ. അതെന്തിനാണോ നീ അങ്ങനെ പറഞ്ഞത്? അതിന് ഞാനല്ലല്ലോ ഇമ്പോസിഷൻ എഴുതുന്നത്, റോബോട്ടല്ലേ. നീയൊക്കെ എന്തിനാണോ സ്കൂളിൽ പോണത്? ഉപ്പാവ് തിന്നാനാ? അച്ചോ, വേണ്ട വേണ്ട. അല്ല, റോബോ കുട്ടനെ കണ്ടില്ലല്ലോ. ഇപ്രാവശ്യം ഇമ്പോസിഷൻ എഴുതി കൊണ്ടുപോയില്ലെങ്കിൽ 5ാമത്തെ കൊല്ലവും 6ാം ക്ലാസ്സിൽ തന്നെ. അല്ല, എങ്ങോട്ടാ ഈ യാത്ര? എനിക്ക് പഠിക്കാനൊന്നും പോകണ്ടേ? ഓ അങ്ങനെ. എടാ, വാർക്കപ്പണിക്ക് പോണ പോലെയാണോടാ കൂടും കക്ഷത്തിൽ വെച്ച് പഠിക്കാൻ പോണേ? ഒരു ബാഗ് വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട് വർഷം കുറെ ആയേ. ഒരു വർഷം 12 ബാഗ് വെച്ച് വാങ്ങിത്തരാൻ തുടങ്ങിയിട്ട് വർഷം കുറെ ആയേ. അല്ല, ഇത് ഒരുപാട് പുസ്തകങ്ങളുണ്ടല്ലോ. ഇത് ഏത് വിഷയത്തിന്റെയൊക്കെയാ? ദഹനേന്ദ്രിയത്തെ സംബന്ധിച്ചുള്ളതാ. അപ്പോ ബയോളജി അഥവാ ജീവശാസ്ത്രം? അല്ല, ഉച്ചക്കഞ്ഞിക്കുള്ള പാത്രം, വെള്ളം കുടിക്കാനുള്ള കുപ്പിയും. അയ്യോ, എന്റെ സ്കൂൾ വണ്ടി വന്നേ. എന്റെ ദൈവമേ, ഞാനിതാ പോണേ. 3 ചക്ര വണ്ടിയിൽ അയ്യോ ചേട്ടാ, ദേ ആരാ ഇങ്ങോട്ട് വരുന്നേ നോക്കിയേ. Robo upgraded version 2.0. എന്റെ ഈശ്വരാ, ഇവൻ പിന്നെ പുതിയ വേഷത്തിൽ വന്നല്ല. ഞാനിനി എന്ത് ചെയ്യും? എന്റെ കഷ്ടകാല സമയത്താ എനിക്ക് വല്ല വാങ്ങാൻ തോന്നിയത്. ആ, വരാൻ പോണത് വഴി താങ്ങില്ലല്ലോ. ഏയ്, ഇടിവിട്ടേറ്റവന് പാമ്പ് കടിച്ചു എന്നും ഒരു ചൊല്ലിരിക്ക. മോനെ റോബോ, നിനക്കിപ്പോ എന്താടാ വേണ്ടത്? എനക്ക് കറണ്ട് വേണോ? നിനക്ക് വേണമെങ്കിൽ 10 സെന്റ് സ്ഥലം ഞാൻ പതിച്ചു തരാം. എന്നാലും കറണ്ട് ചോദിക്കരുത്. എനക്ക് വേറെ ഒന്നും വേണ്ട, കറണ്ട് താൻ വേണോ? 10 നിമിഷത്തിനകം മറുപടി சொல்லுங்க. ഇല്ല എന്റെ പുൾസൈ പുണ്യാളാ, ഞാൻ എന്ത് പറഞ്ഞിട്ട് ഇവന് മനസ്സിലാവണില്ലല്ലോ. ഇനി ഞാൻ എന്ത് പറഞ്ഞു ഇവനെ മനസ്സിലാക്കിക്കും? അതിനൊരു വഴിയുണ്ട്. എടാ റോബോ. ഏയ്, എടാ വാടാ പോടാ വിളിയൊന്നും എനക്ക് പിടിക്കാതെ. ആ ശരി സിറ്റി, നീ പറഞ്ഞ കാര്യം ഞങ്ങൾ സമ്മതിക്കാം. പക്ഷേ ഒരു കണ്ടീഷൻ. എന്ന കണ്ടീഷൻ? ഞാൻ നിന്നോട് 5 ചോദ്യങ്ങൾ ചോദിക്കും. അതിന് കൃത്യമായിട്ട് മറുപടി പറയുകയാണെങ്കിൽ നിനക്ക് കറണ്ട് തരാം. ഓക്കേ, ക്വസ്റ്റ്യൻ சொல்லுங்க. എങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, KSEB-യുടെ ശരിയായ ഫുൾ ഫോം പറയുക. KSEB-യാ? കേരള സംസ്ഥാനത്ത് ഇരുട്ടിലാക്കുന്ന ബോർഡ്. എന്നാൽ CM-ന്റെ ഫുൾ ഫോം എന്താണ്? കണ്ടാമൃഗം. അങ്ങനെയാണെങ്കിൽ PM? പ്രധാനമന്ത്രി. അപ്പോൾ MP? മദ്യപാനി. MLA? മദ്യം ലേശം മാകാം. റോബോ സൂപ്പർ, നിങ്ങൾ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞു. എനക്ക് കറണ്ട് കൊടുങ്ക. രക്ഷിക്കണം റോബോ, രക്ഷിക്കണം. ഈ കുടുംബത്തിൽ നിന്നും ഒരു തുണ്ട് കറണ്ട് തന്ന ഇലക്ട്രിസിറ്റി ബോർഡുകാര് ഞങ്ങളുടെ ഫീസ് വരും. ഒരു മാസം 150 രൂപ വെച്ച് അടച്ചുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് ഇപ്പൊ 1.5 ലക്ഷം രൂപയുടെ കറണ്ട് ബില്ലാ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഞങ്ങൾ ഉപദ്രവിക്കരുത്, ഒന്ന് പോയി തരണം. ഏയ്, அப்போ உங்களுக்கு கரண்ட் தரமாட்டேன். கண்ணா, நான் ஒரு இடத்து வந்தால் நான் சும்மா திரும்பி போவாது. போயால் அந்த வீட்டுக்கு அடித்தர நான் மாந்தி எடுத்துடுவேன். எனக்கு கரண்ட் கொடுங்க. അയ്യോ, ഇനി നമ്മൾ എന്ത് ചെയ്യും മനുഷ്യ? ആഹാ, അത് കൊള്ളാം. ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് നിങ്ങൾ യൂറോപ്പിലേക്ക് പോകുന്നു? അതല്ലടി വണ്ടി പറഞ്ഞത്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തിയെന്ന്. ആണോ? എന്ത് പരിഹാരം? എവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അവിടെ നേരിട്ട് വന്ന് പ്രശ്നം തീർക്കുന്ന ഒരേ ഒരാളുള്ളൂ നമ്മുടെ കേരളത്തില്. ഇനി അദ്ദേഹം വന്നാലേ ഈ കാര്യത്തിനൊരു പരിഹാരം ഉണ്ടാകൂ. അതാരാ? നമ്മുടെ മുഖ്യൻ. ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് വന്നതാ. റോബോട്ടോ കീബോട്ടോ എന്താ പ്രശ്നം? എന്റെ മുഖ്യൻ സാറേ, എന്റെ കഷ്ടകാല സമയത്താ ഈ വീട്ടിലെ ജോലി ചെയ്യാൻ വേണ്ടി ഞാനൊരു റോബോട്ടിനെ വാങ്ങിച്ചത്. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്താണെന്നും പറഞ്ഞാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നീടല്ലേ മനസ്സിലായത് ഇത് തമിഴ്നാട്ടിൽ നിന്ന് വന്നാണെന്ന്. ഇവന് വർക്ക് ചെയ്യണമെങ്കിൽ ഈ വീട്ടിലെ കറണ്ട് മാത്രം പോരാ, ഈ സംസ്ഥാനത്തെ മൊത്തം കറണ്ടും വേണമെന്നാ ഇവൻ പറയണേ. തമിഴ്നാട്ടിലെ റോബോട്ട്, എലിക്ക് കരണ്ട് തിന്നാൻ പോലും കരണ്ട് ഇല്ലാത്ത അവസ്ഥയിലാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഞങ്ങളോട് കറണ്ട് ചോദിക്കരുത്. മുല്ലപ്പെരിയാറിലെ വെള്ളം മൊത്തം നിങ്ങൾ തന്നെ കൊണ്ടുപോയില്ലേ? அது ரொம்ப கரெக்ட். தண்ணி எடுத்து நம்ம ஊரு, അതിന് ബദൽ ഉങ്ക നാട്ടുക്ക് കൊടുത്തത് പൂക്കൾ, പഴം, പച്ചക്കറി. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ആളുകള് കേരളത്തിൽ വന്ന് പണിയെടുത്ത് ധാരാളം പൈസ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. இந்த கேரளாவில ரோடு, தோடு, காடு, மேடு, வீடு எல்லாமே கிளீன் செய்தது நம்ம ஆளுதான். அந்த வேலுக்கு கிட்டிய கூலியா அவர் எடுத்துட்டு போയത്. അല്ലാമ ഇങ്ങനെ 10 പൈസ അവർ ചുമ്മാ എടുക്ക മാട്ടേ. അതും ശരിയാണ്. കേരളം വൃത്തിയായി കിടക്കുന്നതിന്റെ പകുതി പങ്കും തമിഴ് മക്കൾക്ക് തന്നെ. എനക്ക് കറണ്ട് കൊടുങ്ക. റോബോട്ടെ, കറണ്ട് മാത്രം ചോദിക്കല്ലേ. KSIB വിട്ടാൽ പകരം ഞങ്ങൾ KSRTC തരാം. അതാകുമ്പോ 10 പൈസ ചെലവില്ലാതെ സ്വന്തം നാട്ടിൽ എത്താം. മാത്രമല്ല പഴയ കണ്ടക്ടർ പണിയുടെ ഓർമ്മ ഒന്ന് പുതുക്കുകയും ചെയ്യാം. ஐயா, நீங்க சொன்ன நிஜமா? எங்களின் கையில் அடிச்சு சத்தியம் சொல்லுங்க. എങ്കിലും ഓക്കെ, പിന്നെ പറഞ്ഞ വാക്ക് മാറ്റി പറയരുത്. இல்ல, நான் ஒரு தடவை சொன்னா 100 தடவை சொன்ன மாதிரி. ഇത് ഏം വഴി, തനീ വഴി. ഞങ്ങൾ ഒരു തവണ പറഞ്ഞാൽ അത് 100 തവണ മാറ്റി മാറ്റി പറഞ്ഞിരിക്കും. അതാ ഞങ്ങളുടെ ഒരു സ്റ്റൈല്. ഇതെന്റെ വഴി, തോന്നിയ വഴി. ശബ്ദം അനുകരിച്ചിട്ട് ഈ ചെരുപ്പും തക്കാളിയൊക്കെ മേടിച്ചേക്കണ ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ എൻ്റെ കൂട്ടത്തിലുള്ളൊരു ചെറുപ്പക്കാരൻ ഈ ചെരുപ്പും ഇഷ്ടയൊക്കെ മേടിക്കാത്ത ഒരാളാണ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് വിളിക്കാം. കലവൂർ ജയദേവൻ. നിങ്ങളുടെ ട്രൂപ്പിലാണ് കളിക്കാറുണ്ട്. നമ്മുടെ 2 സീസണിലും ഉണ്ടായിരുന്നു ജയദേവൻ അല്ലേ? അത് എങ്ങനെ രസമാണ്. ഓട്ടോറിക്ഷ എന്ന് പേരുണ്ട് ജയദേവന്. അതെന്താണ്? ആര് വിളിച്ചാലും പോകും. വലിയൊരു ഭാഗ്യമാണ് ഇന്നത്തെ ഒരു നിമിഷം ഇങ്ങനെ സിനിമാ ചിരിമയുടെ ഭാഗമായിട്ട് ഇവിടെ വരാൻ. ഓക്കെ, ജയദേവന്റെ കലാപ്രകടനങ്ങൾ അല്ലേ കാണാം. ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി സാറിൻ്റെ ആ ശബ്ദം നിങ്ങളെ എല്ലാം കാണാൻ സാധിച്ചത് മഹാഭാഗ്യമായിട്ട് കാണുന്ന ആളാണ് ഞാൻ. എന്തൊക്കെയെന്ന് പറഞ്ഞാലും ജനങ്ങൾക്ക് ദോഷം വരുന്ന ഒരു നടപടിക്രമങ്ങളും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്ന് ഞാൻ പറയണം. നിയമത്തിൻ്റെ വഴിക്ക് പോകും, ഞാൻ എൻ്റെ വഴിക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എല്ലാ ഭാവുകങ്ങളും സിനിമയ്ക്ക് ഞാൻ നേരുകയാണ്. നന്ദി, നമസ്കാരം. നീ നമ്മുടെ കഥ, തിരക്കഥ, സംഭാഷണ, സംവിധാനമൊക്കെ എഴുതി മലയാള സിനിമയിൽ അല്ലേ? അതെ, ശ്രീനിവാസൻ ഗോളാന്തര വാർത്ത എന്ന സിനിമയിൽ. നമ്മുടെ നാട്ടിൽ നല്ല ഭാവം ചുമഞ്ഞടക്കുന്ന രമേശൻ നായർക്ക് ടൗണിൽ മറ്റൊരു ഭാര്യ. സത്യമായിട്ട് ഞാനിടെ 2 കണ്ണുകൊണ്ട് കണ്ടതാണ് കൂട്ടുകാരെ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് പാടാം. കുണക്കെട്ട കോഴി കൂളക്കോഴി കുന്നും ചാരുവിലെ വയറ്റാട്ടി നീ കണ്ടോ നീ കേട്ടോ. ഞാൻ പോയിട്ട് പിന്നെ വരാം. നമ്മുടെ സിദ്ദിഖ് സാറിനും ലാൽ സാർ എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഒരു കാര്യം ഉറപ്പാണ്, വളരെയധികം നന്മയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഭീമ സിനിമാ ചിരിമയുടെ കീഴിൽ. എല്ലാവരോടും എനിക്ക് ഒരു കാര്യം കൂടുതലായിട്ട് പറയാനുള്ളത്, മിമിക്രിയിൽ ഞാനും ലാലും ചേർന്ന് കൊച്ചിൻ കലാഭവനിൽ വെച്ച് തുടങ്ങിയ ഈ കലാരൂപം ഇന്ന് കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ ലാലിനെ ക്ഷണിക്കുകയാണ്. ശ്രീ ലാൽ. ഞങ്ങൾ എത്ര വലിയ നടനായാലും നിർമ്മാതാവായാലും സംവിധായകനായാലും ഞങ്ങളുടെ ചങ്കെന്ന് പറയുന്ന മിമിക്രിയാണ്. അത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം. രാവണപ്രഭു എന്ന ചിത്രത്തിലെ മോഹൻലാലിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ശബ്ദം. തലയ്ക്ക് പകരം വലങ്കൈ അറുത്തതും പിന്നെ എനിക്ക് പകരം കുഞ്ഞനന്ദൻ മരിച്ചു വീണപ്പോൾ തല്ലിക്കൊല്ലാതെ വിട്ടതും നീലകണ്ഠൻ്റെ കഴിവുകേടായിട്ട് കാണരുത് നീ. വലം കൈയിലേക്ക് ചോരവോട്ടം കൂടിയപ്പോഴും ആയുധം താനെ കയ്യിലേക്ക് വന്നപ്പോഴും മനസ്സിനെ ശരീരത്തെ ജയിക്കാൻ ഞാൻ ശീലിച്ചതിൻ്റെ ഫലമാണ് നീ. എന്താടോ നന്നാവാത്തത്? അനായാസേന മരണം, ദിനാദേനേന ജീവിതം. ദേഹിമത് കൃപയാ ശംഭോ ദ്വൈ ഭക്തി മഞ്ജുര.
അചഞ്ചലമായ ഭക്തി, ദീനമില്ലാത്ത ജീവിതം നിന്നിൽ അചഞ്ചല ഭക്തനായ എനിക്ക് തന്നാലും ശംഭോ ശങ്കര ഗൗരീപതേ. അങ്ങനെ പ്രാർത്ഥിച്ചു കൂടേണ്ട കാലം കഴിഞ്ഞു ശേഖര. ഈശ്വരൻ നിന്റെ മുൻപിൽ വിളക്കായി തെളിയുമ്പോൾ അതിന്റെ നേർക്ക് നീട്ടി തുപ്പരുത് ശേഖര. വഴി മാറണ മുണ്ടക്കൻ ശേഖര. അതുപോലെ ഇപ്പോൾ ജാഫർക്ക എന്നെ ഫർഗീസ് ചേട്ടൻ്റെ ഒരുപാട് വോയിസ് ചെയ്യും. വർഗീസ് ചേട്ടന് മദ്യപിച്ച് അഭിനയിക്കുമ്പോൾ, ലേലം എന്ന സിനിമയിൽ അദ്ദേഹം മദ്യപിച്ച് അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം. ഇത്രയും നാളും ചാക്കോച്ചിയുടെ മൂടും താങ്ങി നടന്നിട്ട് അവസാനം അവന് കിട്ടിയൊരു വിധിയെ ചാക്കോച്ചിയുടെ ഉള്ളിലിരിപ്പ് മുഴുവൻ അവൻ അറിയാം. അണ്ണാക്കിട്ട് ഊത്തിയാലും ശരി അവന്നീര് പറയില്ല. കരിമ്പനായാലും സണ്ണിച്ച പറഞ്ഞിട്ട് ബാക്കി നീ പറഞ്ഞാൽ മതിടാ പൊന്നു മോനെ. വളരെ നന്നായിട്ടുണ്ടായിരുന്നു അല്ലേ, ഗ്രാൻഡായിരുന്നു. ഒരുപാട് നന്ദി യാസറിന് ഈ സിനിമ വേദിയിലെത്തിയതിനും ഈ നന്മയുടെ കൂട്ടായ്മയിൽ പങ്കെടുത്തതിനും. ഓത്തുപള്ളിയിലന്നു നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണു നീലമേഘം. കൂന്തലയ്ക്കൽ നീ എനിക്കായി കെട്ടിയ നെല്ലിക്ക കണ്ടു ചൂരൽ വീശിയില്ലേ നമ്മുടെ മുല്ലക്ക. പാഠപുസ്തകത്തിൽ മയിൽ പീലി വെച്ചു കൊണ്ട് പീലി പെറ്റു കൂട്ടുമെന്ന് നീ പറഞ്ഞു പണ്ട്. ഉപ്പു കൂട്ടി പച്ചമാങ്ങ നമ്മളെത്ര തിന്നു. ഇപ്പോൾ ആ കഥകളെ നീ അപ്പടി മറന്നു. ഓത്തുപള്ളിയിലന്നു നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണു നീലമേഘം. കൂന്തലേക്കൽ നീ എനിക്കായി കെട്ടിയ നെല്ലിക്ക കണ്ടു ചൂരൽ വീശിയില്ലേ നമ്മുടെ മുല്ലക്ക. പറഞ്ഞു തീരാത്ത വിശേഷങ്ങളും കണ്ടു തീരാത്ത കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം ഭീമ സിനിമ ചിരുമയിൽ. സോ സ്റ്റേ ട്യൂൺ ടു ഭീമ സിനിമ ചിരുമ. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. ഗുഡ് ബൈ.